കോഴിക്കോട് മെഡിക്കൽ കോളേജിലുണ്ടായ ദുരന്തത്തിന് കാരണം സർക്കാരിന്റെ പിടിപ്പുകേടാണെന്നും ഉത്തരവാദിത്തം ഏറ്റെടുത്ത ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നും ബിജെപി മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് UDF വിട്ടുനിന്നത് ആനമണ്ടത്തരമെന്നും കെ സുരേന്ദ്രൻ. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു കെ സുരേന്ദ്രൻ. ഏഷ്യയിലെ മികച്ച ആരോഗ്യ കേന്ദ്രങ്ങളിലൊന്നായ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ദുരന്തമുണ്ടായത് സർക്കാരിന്റെ തികഞ്ഞ അലംഭാവവും കുറ്റകരമായ അനാസ്ഥയുമാണ് കാണിക്കുന്നത്. സംഭവം നടന്ന ഉടൻ ആരോഗ്യവകുപ്പോ ജില്ലാ ഭരണകൂടമോ ഒരു തരത്തിലും ഇടപെടാൻ തയ്യാറായില്ലെന്നതാണ് മരണസംഖ്യ ഉയരാൻ കാരണം. ആരോഗ്യകാര്യത്തിൽ കേരളം നമ്പർ 1 ആണെന്ന് ആവർത്തിച്ചു പറയുന്ന ആരോഗ്യമന്ത്രി ദുരന്ത പശ്ചാത്തലത്തിൽ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാജിവെക്കണമെന്നും ദുരന്തത്തെക്കുറിച്ച് സർക്കാർ സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അത്യാഹിത വിഭാഗത്തിലുണ്ടായിട്ടുള്ള ദാരുണമായിട്ടുള്ള ദുരന്തം സർക്കാരിന്റെ പിടിപ്പുകേടിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. സർക്കാരിന്റെ തികഞ്ഞ അലംഭാവവും കുറ്റകരമായ അനാസ്ഥയുമാണ്. ആരോഗ്യമന്ത്രി വീണ ജോർജിന് അധികാരത്തിൽ തുടരാൻ മന്ത്രിയായിരിക്കാനുള്ള ധാർമ്മികമായിട്ടുള്ള അവകാശമില്ല. സർക്കാരിന്റെ തികഞ്ഞ പരാജയമായിട്ട് ഇതിനെ കണക്കാക്കണം. ആരോഗ്യമന്ത്രി അടിയന്തരമായി രാജി സമർപ്പിക്കും. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പങ്കെടുത്തത് കേരള സർക്കാരിന്റെ ഔദാര്യത്തിലല്ല. കേന്ദ്ര സർക്കാരാണ് ഉദ്ഘാടന ചടങ്ങ് നിശ്ചയിച്ചത്. കേരളത്തിലെ ഏത് BJP പ്രസിഡന്റ് വന്നാലും ആക്ഷേപിച്ചും പരിഹസിച്ചും വായടപ്പിക്കുകയെന്ന തന്ത്രത്തെ BJP ഫലപ്രദമായി നേരിടും. പ്രധാനമന്ത്രി വരുന്നതിന് 1 മണിക്കൂറോളം മുൻപ് വേദിയിലും സദസ്സിലും എത്തണമെന്നത് SPG പ്രോട്ടോകോളാണ്. രാജീവ് ചന്ദ്രശേഖർ വേദിയിലിരുന്ന് മുദ്രാവാക്യമല്ല വിളിച്ചത്. ഭാരതമാതാ കി ജയ് എന്നത് പിണറായി വിജയൻ ഒഴികെ എല്ലാവരും വിളിക്കുന്നതാണ്. BJPക്ക് ഏത് അധ്യക്ഷൻ വന്നാലും അവരെ ആക്ഷേപിച്ചും കളിയാക്കിയും പരിഹസിച്ചും വായടപ്പിക്കാമെന്നുള്ള ഒരു തന്ത്രമാണ് കുറച്ചു കാലമായിട്ട് ഇവിടെ നടക്കുന്നത്. ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള സംസ്കാരത്തിന് നിരക്കാത്ത പ്രവൃത്തി ഏത് രാഷ്ട്രീയ പാർട്ടി ചെയ്താലും ഏത് മാധ്യമങ്ങൾ ചെയ്താലും അതിനെ നേരിടാനുള്ള ശേഷി കേരളത്തിലെ BJPക്കുണ്ട്. ഇന്നലത്തെ വിഴിഞ്ഞം തുറമുഖ പദ്ധതി ഉദ്ഘാടനത്തിന്റെ ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള UDFന്റെ തീരുമാനം ആത്മഹത്യാപരമായ തീരുമാനമാണ്. വിഴിഞ്ഞം പദ്ധതിയിൽ ഉമ്മൻചാണ്ടിയുടെ പങ്കിനെപ്പറ്റി തങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല. കേരളത്തിന്റെ വികസനത്തിന് കാരണമാകുന്ന വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടന ചടങ്ങ് UDF ബഹിഷ്കരിച്ചത് ആത്മഹത്യാപരമാണ്. കേരളത്തിലെ ജനങ്ങൾ സന്തോഷിക്കുന്ന ഒരു കാര്യത്തിലും UDF ഒപ്പമില്ല എന്നതിന് ഉദാഹരണം കൂടിയാണ് ഈ ബഹിഷ്കരണമെന്നും സുരേന്ദ്രൻ പറഞ്ഞു. TCV ന്യൂസ്, തൃശൂർ.